പ്പെട്ട ഷെയ്ഖുന ഇ.കെ. ദാരിമി അൽ ഖാദിരി അവർകൾ. നമുക്കറിയാം ഷെയ്ഖ് കമാലുദ്ദീൻ ഉമർ ഖാദിരി അവരുടെ മകനാണ്. ഖാദിരിയ തരീഖത്തിൻ്റെ വളരെ പ്രാമാണികമായ ആ സരണിയിൽ തന്നെ നിലകൊണ്ട വ്യക്തിത്വമാണ്. പക്ഷേ നമ്മളെ പലരെയും സംബന്ധിച്ച് നമ്മുടെ മുമ്പിലൊന്നും അദ്ദേഹം ഒരിക്കലും ഷെയ്ഖായിട്ടില്ല. ഉണ്ടോ ഉണ്ടോ മിതാദാജി? ഉണ്ടോ? നമ്മുടെ ആരുടെയെങ്കിലും മുമ്പ് നമ്മളിൽ പെട്ട ഒരാളെക്കാളും വളരെ സൗഹൃദവും ബന്ധമൊക്കെ ഉള്ളവരാണെങ്കിൽ വളരെ തുറന്ന് ചിരിച്ച് അല്ലേ ഒരു കളിക്കൂട്ടുകാരനെ പോലെ പെരുമാറുന്ന ശൈലിയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ദാരിമി ഉസ്താദ് ആരാണ് എന്ന് ദാരിമി ഉസ്താദിനോട് അടുത്തിടപെടുന്നവർക്ക് മനസ്സിലാവും, അറിയും, പണ്ഡിതർക്ക് നന്നായി മനസ്സിലാവും. പക്ഷേ ഇ.കെ. ദാരിമി ഉസ്താദുമായും ഇതുപോലെ തന്നെ 1983 മുതൽ സൗഹൃദത്തിന് അവസരം കിട്ടിയ ആളാണ്. ഒക്കെ യാദൃച്ഛികമാണ്. സൗഹൃദം കിട്ടിയ ആളും എൻ്റെ വ്യക്തിജീവിതത്തിൽ നന്നായി ഇടപെട്ടിട്ടുള്ള വ്യക്തിത്വവുമാണ്. നിങ്ങൾക്കറിയാമല്ലോ 1984 ഫെബ്രുവരി മാസം 9, 10, 11 തീയതികളിലാണ് നന്ദി ദാറുസ്സലാം അറബി കോളേജിൻ്റെ 7ാം വാർഷിക 2ാം സദനസ്ഥാന സമ്മേളനം നടക്കുന്നത്. അപ്പോഴത്തേക്ക് നന്ദിയിൽ പ്രിൻസിപ്പളായിട്ട് ഷെയ്ഖുന ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആഖിറം സന്തോഷിതാക്കട്ടെ, ആമീൻ. ദീർഘകാലം നമുക്ക് സേവനം ചെയ്ത നമ്മുടെ നേതൃരംഗത്തുണ്ടായിരുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. അപ്പോഴത്തേക്ക് നന്ദിയിൽ മുഹമ്മദ് മുസ്ലിയാരായിരുന്നു അതിൻ്റെ നടത്തിപ്പ്. പക്ഷേ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ മകൻ സയ്യിദ് അബ്ദുൽ ഖാദർ ബാഫക്കി തങ്ങളായിരുന്നു ദാറുസ്സലാം അറബി കോളേജിൻ്റെ പ്രസിഡൻറ്റ്, ആ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റ്. അദ്ദേഹം തന്ത്രപൂർവ്വം ഷംസുൽ ഉലമയെ അവിടെ കൂട്ടിക്കൊണ്ടുപോയി പ്രിൻസിപ്പളാക്കി. പ്രിൻസിപ്പളായിരിക്കുന്ന ഘട്ടത്തിലാണ്, അതിനു മുമ്പ് തന്നെ ദാരിമി ഉസ്താദ് അവിടെ ചേർന്നിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ സനത് കൊടുത്തപ്പോൾ സനത് വാങ്ങാൻ പറ്റില്ല. അദ്ദേഹം തെക്കവിടെയായിരുന്നു, പരിപാടിയായിട്ട് തെക്കായിരുന്നു, സനത് വാങ്ങാൻ പറ്റിയില്ല. രണ്ടാമത്തെ ഐതിഹാസികമായ നന്ദിയിൽ സമ്മേളനം നടക്കുമ്പോഴാണ്, രണ്ടാമത്തെ ഞാൻ പറഞ്ഞത് ഫെബ്രുവരി 9, 10, 11 തീയതികളിൽ ആണ് നടന്നത്. ഷെയ്ഖ് ജാവക്കൽ വലിയുള്ളതാണ് സന്നദ്ധാനം നിർവഹിക്കുന്നത്. അന്നത്തെ പശ്ചാത്തലം എന്ന് പറയുന്നത് അരീക്കാട് പള്ളി പ്രശ്നം. ഇന്നലെ ഒക്കെ വീണ്ടും ഫേസ്ബുക്കിലൊക്കെ അത് സജീവമായി വേറൊരു വിഷയമായിട്ട് ബന്ധപ്പെടുത്തി, ഞാൻ അതിലോട്ട് പോകുന്നില്ല. അരീക്കാട് പള്ളിയുടെ 5 ലക്ഷം അമുക്കി, വെട്ടിച്ചൊന്നുമല്ല, അമുക്കി എന്ന് പറഞ്ഞിട്ട് വാർത്ത വന്ന് ഉസ്താദിനെയും കെ അബൂബക്കർ, ഉസ്താദിൻ്റെ ഉസ്താദായ കെ അബൂബക്കർ അസ്രത്തിനെയും, അവർ രണ്ടുപേരും അന്ന് വിദേശത്താണ്. ഉസ്താദ് സാധാരണ പോലെ ട്രെയിനിൽ കയറി ബോംബെയിൽ പോയി, ബോംബെയിൽ നിന്ന് ദുബൈയിലേക്ക് UAE പോയി, അവിടെയാണുള്ളത്. കെ അസ്രത്തും അതുപോലെ പോയി. ഇവിടെ പത്രത്തിൽ വാർത്തയും വിവാദം, അന്ന് ഫേസ്ബുക്കും വാട്സാപ്പും ഒന്നുമില്ലല്ലോ, മൊബൈലും ഇല്ല. പത്രത്തിൽ വിവാദം, പൊതുസമൂഹത്തിൽ വിവാദം, ഖണ്ഡനമണ്ഡനം. UAE ഏറ്റവും വലിയ, പ്രവാസത്താണ് ഏറ്റവും വലിയ പ്രശ്നം, കത്തി നിൽക്കുകയാണ്. ആ നിൽക്കുന്ന സമയത്താണ് നന്ദിയിലെ സമ്മേളനം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ നന്ദിയിൽ ഷംസുൽ ഉലമ ആണല്ലോ പ്രിൻസിപ്പള്. എങ്കിലും ഷംസുൽ ഉലമ ഉണ്ട്, AP ഉസ്താദുണ്ട്, കെ അസ്രത്തുണ്ട്. കാരണം നമ്മൾ രണ്ടായിട്ടില്ലല്ലോ, മുഴുവൻ പേരുമുണ്ട്. വിവാദങ്ങൾ കത്തി നിൽക്കുന്നു. ഷംസുൽ ഉലമ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് അവിടെ വിഷയമാണ്. പ്രശ്നങ്ങളിങ്ങനെ തുടങ്ങി നിൽക്കുന്നു. നമ്മളോടൊപ്പമാണെന്ന് നമ്മളും, ചൈനയുടെ കാര്യം പറയും പോലെയാണ്, നമ്മളോടൊപ്പം ആണ് എന്ന് നമ്മളും, അല്ല എന്ന് ചില ഘട്ടങ്ങളിൽ ചില വാക്കുകളൊക്കെ അടർത്തിയെടുത്ത് അവരും അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ്. പക്ഷേ ഷംസുൽ ഉലമ, ഞങ്ങൾ സമ്മേളനത്തിനും 2 ദിവസം മുമ്പ് ഒരു സംഘം പോയി. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ, അവർക്ക് പലർക്കും അറിയാം, 2 ലത്തീഫുമാർ, വള്ളക്കട വാബ്ദീൻ സാഹിബ്, റേഷൻ കട നടത്തുന്ന പീരിക്കണ്ണ സാഹിബ്, അറിയാമല്ലോ, കരമന പീരിക്കണ്ണ സാഹിബ്, ഞങ്ങൾ 5 പേര് ഈ അബ്ദുൽ ഖാദർ ബാഫക്കിയുടെ തന്നെ കൊയിലാണ്ടിയിലുള്ള അസ്ഹർ ലോഡ്ജിൽ റൂം എടുത്ത് താമസിക്കുന്നത്. അവിടെ റൂം എടുക്കാനും കാര്യമുണ്ട്. അവിടെ ഒരു AC സൂട്ടന്തുണ്ട്, നല്ല കാര്യമാണ് പറയുന്നത്. അവിടെയാണ് ജാവക്കൽ വലിയുള്ളായ താമസിക്കാൻ കൊണ്ടുവരുന്നത്, അദ്ദേഹത്തിന് വിശ്രമിക്കാൻ കൊണ്ടുവരുന്നത് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവിടെ ഞങ്ങൾ റൂം എടുക്കുന്നത്. ഇദ്ദേഹത്തോട് അബ്ദുൽ ഖാദർ റൂം തന്നില്ല. അബ്ദുൽ ഖാദർ ബാഫക്കിയോട് അന്ന് ഞങ്ങൾക്കുള്ള ലീഗ് ബന്ധവും കൂടി ഉപയോഗപ്പെടുത്തി അദ്ദേഹം ഞങ്ങൾക്കൊരു റൂം, തൊട്ടടുത്ത റൂം ഞങ്ങൾക്ക് തന്നു. അങ്ങനെ അവിടെ താമസിക്കുന്നു.
പറഞ്ഞതുപോലെ അദ്ദേഹം ഈ ജാവക്കൽ വലിയുള്ളാഹി അവിടെ വന്നു. ഞങ്ങളൊക്കെ ഇടപെടാനും ഖിദ്മത്ത് ചെയ്യാനും ഒക്കെ ഞങ്ങൾക്ക് അവസരം കിട്ടി. അതൊരു ജീവിതത്തിലെ വലിയ ഭാഗ്യമാണ്. അങ്ങനെ കിട്ടുകയൊക്കെ ചെയ്തു. വിഷയം അതല്ല. സമ്മേളനത്തിൻ്റെ തലേ ദിവസം ഷേഖുന കാന്തപുരം ഉസ്താദ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങുന്നു. അന്നാണ് ശരിക്കും പറഞ്ഞാൽ കാന്തപുരം ഉസ്താദിൻ്റെ ജീവിതത്തിലെ ഒരു വരവ് നമ്മൾ പറയുമല്ലോ, ഒരു ബ്രേക്കിംഗ് അല്ലേ, ഒരു ടേണിംഗ് പോയിന്റ് അവിടെയാണ് ഉദയം ചെയ്യുന്നത്. ഈ ശാരീരികാവസ്ഥയിലും ശംസുൽ ഉലമ കോഴിക്കോട് എയർപോർട്ടിൽ വന്ന് ആയിരക്കണക്കിന് ആളുകൾക്കൊപ്പം തിക്കിലും തിരക്കിലും 1984 ഫെബ്രുവരി മാസം 8-ാം തീയതി 9-10-11 സമ്മേളനം 8-ാം തീയതി വന്നിറങ്ങി. അന്ന് ഞങ്ങളെല്ലാം പങ്കെടുത്തു. തിക്കിലും തിരക്കിലും പലർക്കും വാച്ച് നഷ്ടപ്പെട്ടു, പലർക്കും പേന നഷ്ടപ്പെട്ടു, പലർക്കും അങ്ങനെ അത്രയും സാധാരണ പോലെ വിദേശത്ത് പോയ ഉസ്താദ് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ അന്ന് കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും വലിയ കൂട്ടം അന്ന് ദർശിച്ചു. നമ്മുടെ രംഗത്തെ കൂട്ടം ശംസുൽ ഉലമ ഉസ്താദിന് സ്വീകരിക്കാൻ വന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. ശംസുൽ ഉലമ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ മുഴുവൻ സ്വീകരിക്കാൻ വരികയും ആ സമ്മേളനത്തിൻ്റെ സമാപനത്തിനാണ് ഓസിയാപ്പട ഉണ്ടാക്കും എന്ന് ശംസുൽ ഉലമ പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഓസിയാപ്പട ഉണ്ടാക്കും. അന്ന് ആ സമ്മേളനം വേറെ ആരെങ്കിലും ആശുപത്രിയിൽ ഉണ്ടായിരുന്നു? ഇല്ല അല്ലേ? ആ സമ്മേളനത്തിൽ പങ്കെടുത്ത വേറെ ആരെങ്കിലും ഉണ്ടോ? അന്ന് ആ സമ്മേളനത്തിലാണ് പാതിരായോട് അടുത്ത സമയത്ത് ശംസുൽ ഉലമ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, സമസ്തയെ പിളർക്കാൻ നടക്കുന്ന രാഷ്ട്രീയ കുടിലതന്ത്രങ്ങൾ ഇതെല്ലാം മുൻനിർത്തി പറഞ്ഞു, ഇതിനെ നേരിടാൻ ആവശ്യമെങ്കിൽ ഓസിയാപ്പട തന്നെ ഉണ്ടാക്കുമടോ. അതിൻ്റെ കാസറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് പറയുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. ആ കരുത്താണ് പിന്നീടുള്ള 1-2 വർഷക്കാലം നമ്മളെ സംഘത്തിന് നന്നായി മുമ്പോട്ട് പോകാനിടയായത്. അന്നത്തെ സമ്മേളനം, ആ നന്ദിയിലെ സമ്മേളനം കൊണ്ടാണ്. പിന്നീട് എന്തുകൊണ്ടോ അദ്ദേഹം വേറൊരു വഴിക്ക് പോയി എങ്കിലും നമുക്ക് ഊർജ്ജം കിട്ടി. ഞാൻ പറഞ്ഞു വന്നതല്ല, അതൊരു പ്രധാന വിഷയമായതുകൊണ്ട് പറഞ്ഞു. ആ സമ്മേളനത്തിൽ വെച്ചാണ് ദാരിമി ഉസ്താദ് സനത് വാങ്ങുന്നത്, ദാരിമി ബിരുദം വാങ്ങുന്നത് 2ാം സനദിൽ വെച്ച്. 1ാം സനദിൽ ബിരുദം ആയെങ്കിലും 2ാം സനത് സ്വീകരിക്കുന്നത് 2ാമത്തേലാണ്. അന്ന് നമ്മളൊക്കെ പങ്കെടുക്കാനിടയാതെ ഒന്ന് ഈ വിവാദ സംഭവവും, 2 അക്കാലത്ത് കുറഞ്ഞ സമയത്ത് നമ്മളവിടെ മുദരിസും ഖത്തീബുമായിട്ട് ഇന്ന് അലൈനിൽ ഔക്കാഫിൻ്റെ ഖത്തീബായിരിക്കുന്ന PPA കുട്ടി ദാരിമി മമ്പുറം, നിങ്ങൾക്കറിയാം, എഴുത്തും പ്രഭാഷണമൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹം കുറച്ചു കാലം നമ്മുടെ നാട്ടിൽ ഇരുന്നപ്പോൾ അദ്ദേഹം സനത് വാങ്ങുന്നത് 2ാം സനദിലാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഇതിൽ കൂടെ അപ്പം നേരത്തെ പോയതിൻ്റെയൊക്കെ പശ്ചാത്തലം ഞാൻ പറഞ്ഞ സംഘടനാ പശ്ചാത്തലം തന്നെയാണ്. പക്ഷേ എങ്കിൽ അതിൽ ഉടനീളം പങ്കെടുക്കാൻ നമുക്ക് അവസരമുണ്ടായത്. അപ്പം അന്നുള്ള ബന്ധവും പിന്നീടുള്ള സൗഹൃദവും പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാരിമി ഉസ്താദിൻ്റെ, ഇതൊക്കെ ഞാൻ പറഞ്ഞ സന്ദർഭങ്ങളാണ്. ദാരിമി ഉസ്താദിനെ തിരുവനന്തപുരം ജില്ലയിലുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ അനുസ്മരിക്കുമ്പോൾ ഏറ്റവും നന്നായി ഓർക്കേണ്ടത് നമ്മുടെ സംഘടനയ്ക്ക് വഴിവെട്ടിയത് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ കൊല്ലം ജില്ലയിൽ, കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ നമ്മുടെ സംഘടനയ്ക്ക് കടന്നു കയറാൻ വഴി വെട്ടിത്തെളിച്ച് സുഗമമാക്കി തന്നത് ഷേഖുന ദാരിമി ഉസ്താദാണ്. ഈ ദിക്ർ മജ്ലിസിലൂടെ, സ്വലാത്ത് മജ്ലിസിലൂടെ, ഖുതുബിയത്തിലൂടെ, മഹല്ല് നേതൃത്വം ദുആക്ക് ക്ഷണിക്കുന്നതിലൂടെ, അവരുമായിട്ടുള്ള സൗഹൃദത്തിലൂടെ നമുക്ക് ഒരിക്കലും ദാരിമി ഉസ്താദ് SYSൻ്റെയോ ഒരു നേതൃരംഗത്തും ഇല്ലായിരുന്നു, സമസ്ത മുഷാവറയിലും ഇല്ലായിരുന്നു, അങ്ങനെയുള്ളതിൻ്റെ അടുത്ത് പോലും വരികയില്ലായിരുന്നു. ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ യോഗം നടക്കുകയാണെങ്കിൽ പോലും പിടിച്ച് മേളിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചാലും ഒരിക്കലും വരില്ലായിരുന്നു. വളരെ അപൂർവം മർക്കസ് സമ്മേളനത്തിൻ്റെയൊക്കെ പോലും ആദ്യത്തെ ആത്മീയ സദസ്സുണ്ടെങ്കിൽ കുറഞ്ഞ സമയം ഇരിക്കും, പുറകെ കൂടെ ഇറങ്ങി അങ്ങ് പോവും, മുറുകാ സമയമാകുമ്പോൾ പുറകെ കൂടെ ഇറങ്ങി അങ്ങ് പോവും. അങ്ങനെയല്ലാതെ ഒരിക്കലും അങ്ങനെ സ്റ്റേജ് മാത്രം ആശ്രയമാക്കി ജീവിക്കുന്ന വ്യക്തിത്വമല്ലായിരുന്നു. അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ എക്കാലവും ഓർക്കേണ്ടത് നമുക്കെല്ലാവർക്കും ആത്മീയമായ പ്രഭ പകർന്നു തന്നു എന്നുള്ളതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് നമുക്കെല്ലാവർക്കും പല ഇടങ്ങളിലേക്കും കടന്നു ചെല്ലാനും യൂണിറ്റ് ഉണ്ടാക്കാനും ഉമറാക്കളുമായി നന്നായി ഇടപഴകാനും ഒക്കെ ഉള്ള അവസരമുണ്ടാക്കി തന്ന, വളരെ എളിമയുടെ കാര്യത്തിൽ നിറകുടമായിരുന്ന, ഏത് സാധാരണക്കാരൻ്റെ വിഷയത്തിലും നന്നായി ഇടപെടുമായിരുന്ന, ഏത് പാവപ്പെട്ടവൻ്റെ കാര്യത്തിലും ഓടിച്ചെല്ലുമായിരുന്ന
ഒരു അനിതര സാധാരണമായ ഒരു വ്യക്തിത്വമായിരുന്നു. ആത്മീയ രംഗത്ത് നന്നായി വിരോചിക്കുമ്പോഴും പ്രക്ഷോഭിക്കുമ്പോഴും തന്നെ ഏറ്റവും താഴേക്കടയിലുള്ള കൊച്ചുകുട്ടികളോട് പോലും നന്നായി ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്ന വ്യക്തിത്വമായിരുന്നു എന്ന് ഓർക്കണം. അവസാന കാലഘട്ടത്തിൽ നമ്മൾ ആലോചിക്കണം, അദ്ദേഹത്തിനുള്ള അസുഖത്തിൻ്റെ ഒരു കാഠിന്യം. ബഹുമാനപ്പെട്ട അടുത്ത് നമ്മളോട് ഇവിടെ പറഞ്ഞ വെള്ളൂർ ഉമർ മുസ്ലിയാർ, ദാരിമി ഉസ്താദൊക്കെ പറയും എല്ലാവർക്കും കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ, അത് കാരണം കാലിലെ നീര്, ശാരീരികമായ പ്രശ്നങ്ങൾ, യാത്ര ചെയ്യാനുള്ള തടസ്സം, ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഏറ്റവും ഒടുവിൽ പങ്കെടുത്ത ഒരു പ്രധാന പരിപാടി, അനുശേഷം ഒരു പക്ഷേ കൊല്ലത്തൊരു പരിപാടി ഉണ്ടാവുള്ളൂ, ബഹുമാനപ്പെട്ട തങ്ങൾ നേതൃത്വം നൽകുന്ന നമ്മുടെ പരുത്തിക്കുഴിയിലെ മജ്ലിസിലാണ് ഏറ്റവും ഒടുവിൽ ദാരിമി ഉസ്താദ് പങ്കെടുത്തത്. അന്ന് വേണമെങ്കിൽ നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ താജുൽ ഉലമയെ പറഞ്ഞു പിന്നെ ഇബാദത്തിൻ്റെ കാര്യത്തിലും സേവന രംഗത്തുമൊക്കെ ഉള്ള അവസാന കാലഘട്ടം വരെയുള്ള ജാഗ്രതയും കണിശതയും നമ്മൾ കണ്ടു. എം എ ഉസ്താദിൻ്റെ കാര്യത്തിൽ കണ്ടു. ദർസ് മുടക്കില്ലായിരുന്നു, കർമ്മകാണ്ഡത്തിൽ നിന്ന് മാറി നിൽക്കില്ലായിരുന്നു, ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യില്ലായിരുന്നു, എല്ലാമാണ്. ദാരിമി ഉസ്താദിനെ സംബന്ധിച്ച് പറയണം, ഡോക്ടർമാരുടെയൊക്കെ നിരന്തരമായ വിലക്ക് മനസ്സിലായിക്കൊണ്ട് തന്നെ ജീവിക്കുകയാണെങ്കിൽ അവസാനം വരെ ഈ സേവന രംഗത്ത് നിലനിന്നുകൊണ്ട് ഈ മാറി നിന്നുകൊണ്ടല്ല, ഈ ആത്മീയ രംഗത്ത് നിലയുറപ്പിച്ചുകൊണ്ട് ആ കർമ്മരംഗത്ത് നിന്നുകൊണ്ട് മൗത്താവണമെങ്കിൽ മൗത്താകട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടാണ് അദ്ദേഹം എല്ലാ വിലക്കുകളെയും, അദ്ദേഹത്തിന് വളരെ ഇഷ്ടവും താല്പര്യമുള്ള പിശക്കരന്മാർ പോലും നിർബന്ധിച്ച് നിങ്ങൾ യാത്ര ചെയ്യരുത്, പോകരുത്, പരിപാടിയിൽ പങ്കെടുക്കരുത്, പ്രസംഗിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഞാൻ തൊട്ടടുത്ത് അന്ന് ഉണ്ടാകാനിടയായ സ്റ്റേജിലുണ്ടാകാനിടയായ ആളാണ്. അവിടെ എത്രയോ സമയം ദുആ ചെയ്തു, എത്രയോ നന്നായി പ്രസംഗിച്ചു, എല്ലാം ചെയ്തിട്ടാണ് പതിവ് പോലെ ആറ്റിങ്ങരയും തൊട്ടടുത്തും ഒക്കെ ഉള്ള സിയാറത്തുകൾക്ക് ഒക്കെ ആയിട്ട് പോയി മടങ്ങി വന്നു. രോഗാതുരമായി അദ്ദേഹം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. വ്യക്തിപരമായി ഞാൻ പറഞ്ഞത്, വ്യക്തിപരമായ ജീവിതത്തിൽ ഇടപെടലെന്ന് പറഞ്ഞാൽ ഞാനൊരു 33 കൊല്ലക്കാലം പോകാൻ കഴിക്കാൻ നിങ്ങൾക്കറിയാമല്ലോ. എന്നെ നിർബന്ധിച്ച് ആളെ കണ്ടെത്തി. ഇപ്പോൾ ഞാൻ അവസാനം പറഞ്ഞു എൻ്റെ പെങ്ങന്മാരെയൊക്കെ കുറച്ച് ബാധ്യത ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഏതെങ്കിലും മനാത്തുനിന്നോ ഏതെങ്കിലും എത്തിംഖാനയെന്നോ ഒരു പാവപ്പെട്ട കുട്ടിയെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇത് പാവം തന്നെ അങ്ങനെ കണക്കാക്കിയാൽ മതി എന്ന് എന്നോട് നിർബന്ധിച്ച് പറഞ്ഞ് എൻ്റെ ഭാര്യയായി ഇപ്പോൾ 25 കൊല്ലമായിട്ട് എന്നോടൊപ്പമുള്ള, അത് പാവമായിട്ട് തന്നെ എല്ലാ അർത്ഥത്തിലും, കുറച്ച് ബന്ധപ്പെട്ടവർക്കറിയാം, എല്ലാ അർത്ഥത്തിലും 100% എനിക്ക് ഒരു ഭാര്യ എന്നുള്ള നിലയിൽ തൃപ്തികരമായ, വളരെ കണിശമായി സുന്നത്ത് ജമാഅത്തിൻ്റെയും ഇബാദത്തിൻ്റെയൊക്കെ കാര്യത്തിൽ എൻ്റെ മക്കളെ പിന്നെ വാർത്തെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള എനിക്കൊരു ഭാര്യയായിട്ടും ഉമ്മയായിട്ടും എനിക്ക് നിശ്ചയിച്ച് തന്നതും ഷെയ്ഖുന ദാരിമി ഉസ്താദാണ്. അതിൽ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ എ പി ഉസ്താദ് കൂടി സഹകരിച്ച് നടത്തിയെന്നേ ഉള്ളൂ. അവർ രണ്ടുപേരും തന്നെയാണ് എനിക്ക് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്ത് തന്നതും എന്നെ വിവാഹം കഴിപ്പിച്ചതും നിർബന്ധപൂർവ്വം. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ വ്യക്തി ജീവിതത്തിൽ വരെ നമ്മളാരും എല്ലാവരും ചെന്നിട്ട് ആവശ്യപ്പെടല്ല, പക്ഷെ ഞാനപ്പോഴും മറന്നു കിടക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് ജീവിതം ആവശ്യമാണെന്നും കുടുംബജീവിതം ആവശ്യമാണെന്നും കണ്ടെത്തി എന്നെ പിടിച്ചു നിർത്തി വരിഞ്ഞു മുറുക്കി എന്ന് പറയുമല്ലോ, സമ്മതിപ്പിച്ച് വിവാഹം കഴിപ്പിച്ചത്. അപ്പോൾ വ്യക്തി എന്നെപ്പോലെ 100 നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാൻ കാണും, അങ്ങനെ പറയാൻ കാണും. അപ്പം ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഓരോരുത്തരുടെ ജീവിതത്തിലെ, അവരുടെ വ്യക്തി ജീവിതത്തിലെ, സ്വകാര്യ ജീവിതത്തിലെയൊക്കെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ പോലും, അതാണല്ലോ നമ്മളെ ഗുരുക്കന്മാർ, നമ്മുടെ നേതൃത്വം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. നമ്മളെ ആവശ്യങ്ങൾ, നമ്മളെ കീഴിലുള്ളവരെ അല്ലെങ്കിൽ നമ്മളെ ചുറ്റുമുള്ളവരുടെ പ്രശ്നങ്ങളിലേക്ക് കൂടി കണ്ണോടിക്കുകയും അതിൽ കടന്നു ചൊല്ലുകയും ആവശ്യമെങ്കിൽ ഇടപെടുകയും ചെയ്യുന്നിടത്താണ് നേതൃത്വം. അതാണ് നേതൃത്വം. അങ്ങനെയുള്ള ആ നേതൃത്വത്തിൻ്റെയൊക്കെ കീഴിലാണ് നമ്മളുള്ളത്. നമ്മുടെ ഈ